സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ആദ്യം കൊലക്കത്തി താഴെയിടുക, ബാക്കിയെല്ലാം അതിനുശേഷം മാത്രം. കേരളത്തിലെ മനുഷ്യഹൃദയങ്ങൾക്ക് RSS SDPI നേതൃത്വത്തോടും പ്രവർത്തകരോടും അടിയന്തരമായി പറയാനുള്ളത് ഇതൊന്നാണ്. ഇനി മറ്റൊന്ന്, ദൈവേഷ്ടമായാൽ ഈ വിവാഹം നടത്തും എന്ന ആശയത്തോടെ ക്രൈസ്തവർ വിവാഹക്കുറി തയ്യാറാക്കാറുണ്ട്. ഇംഗ്ലീഷിൽ DV എന്ന ചുരുക്കെഴുത്തോ ദിയോ വളന്റ്യ എന്ന വാക്കുകളാകും കാണുക. സംഭാഷണങ്ങളിലും ഈ പ്രയോഗം കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവേഷ്ടമായാൽ ഞങ്ങളെ ആക്രമിക്കുന്നവരുടെ ദേഹത്ത് കത്തി കയറ്റും എന്നൊരു ഭാഷണം സങ്കല്പിക്കാനാവുമോ? അമ്പരക്കേണ്ട, അടുത്ത നാളുകളിൽ ഒരു മതബദ്ധ രാഷ്ട്രീയ കക്ഷിയുടെ യുവ നേതാവിൻ്റെ പ്രസംഗത്തിൽ ഈ വാക്കുകൾ ആവർത്തിച്ചു മുഴങ്ങുന്നത് പലരും കേട്ടു. ആ ദൃശ്യം പലരും കണ്ടു കഴിഞ്ഞു. പ്രസംഗത്തെ തുടർന്ന് നടന്നത് കൊലയും മറുകൊലയും. ഇക്കഴിഞ്ഞ ആഴ്ച കേരളം കണ്ട ഭയാനകമായ 2 കൊലപാതകങ്ങൾ, അതുൾപ്പെടെ പരസ്പരം ബന്ധപ്പെട്ട പാതകങ്ങളിൽ 3 ഇരകൾ, നന്ദു, ഷാൻ, രഞ്ജിത്ത്. ആരുടെയൊക്കെയോ തലയിൽ നിന്ന് കൊലവെറി ഇറങ്ങിപ്പോകാൻ ബലിക്കോഴികളാകേണ്ടി വന്നത് ഈ 3 പേർ. കൊലവെറിക്കാർ അവശേഷിപ്പിച്ചത് മരിച്ചു ജീവിക്കുന്ന ബന്ധുക്കളെയും അച്ഛന് നഷ്ടമായ കുഞ്ഞുങ്ങളെയും. ഈ കൊടുപാതകങ്ങൾ ചെയ്തവരോടും ചെയ്യിച്ചവരോടും മാത്രമല്ല, പരോക്ഷമായി ബന്ധപ്പെട്ടവരോടും ഇപ്പോൾ ഇതുമാത്രമേ പറയാനുള്ളൂ. ചോര കൊതിക്കുന്ന വാളും കരളും നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലോ പ്രപഞ്ചത്തിലോ ഇല്ല. മൂഢസങ്കല്പത്തിലേ ഉള്ളൂ. നിയമവാഴ്ചയ്ക്കും മാത്രമല്ല, മനുഷ്യത്വത്തിനുമെതിരായ കുറ്റകൃത്യമാണ് നിങ്ങളുടേത്. ഈ നിഷ്ഠൂര കൃത്യങ്ങൾ മുൻകൂട്ടി കാണാനും തടയാനും കഴിയുമായിരുന്ന ചിലരോടും ഒട്ടും അയവില്ലാതെ പറയാം, നിങ്ങളും ഇതിൽ കുറ്റക്കാരാണ്. സാഹചര്യം മുതലെടുക്കാൻ മോഹിച്ചവരുണ്ടെങ്കിൽ അവരോടും പറയാം, നിങ്ങളുടെ നീചത്വം നിങ്ങളെ കേരള സമൂഹത്തിലെ ഡ്രാക്കുളമാരാക്കുന്നു. ചോരക്കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മതബന്ധമുള്ള 2 സംഘടനകൾ, RSSഉം SDPIയും. വെറുപ്പോടെ പരസ്പരം ഉഗ്രമായി തിരസ്കരിക്കുന്നവ, കണ്ണോട് കണ്ണ് കണ്ടുകൂടാത്തവ. ഒന്ന് രാഷ്ട്രീയ കക്ഷിയല്ല, മറ്റേത് രാഷ്ട്രീയ കക്ഷിയാണ്. RSS മതാധിഷ്ഠിത സമുദായാധിഷ്ഠിത സേന തന്നെ. അതിന് പ്രീണനമുഖമില്ല. മതവിശ്വാസ പോഷണമല്ല അവരുടെ ലക്ഷ്യം. പാരമ്പര്യത്തെക്കുറിച്ച് ഹൈന്ദവരെ ഊറ്റം കൊള്ളിക്കുക. ഹിന്ദു ദേശീയതയ്ക്കും അന്തിമമായി ഹിന്ദു രാഷ്ട്രത്തിനും വേണ്ടി മതത്തിൻ്റെ കുടക്കീഴിൽ ഹൈന്ദവരെ ഒന്നിപ്പിക്കുക. അടുത്തത് ബ്രിട്ടീഷ് ഭരണത്തെ ബലം ഉപയോഗിച്ച് എതിർക്കാൻ ലക്ഷ്യം വെച്ചവരുടെ സംഘടന. അവരെക്കുറിച്ചും അവരുടെ സംഖ്യാബലത്തെക്കുറിച്ചും ജനങ്ങൾക്കറിയാം. അവർ പിറവി കൊണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലത്തെ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്ന വസ്തുതയും ചരിത്രത്തിലുണ്ട്. ഹിന്ദുത്വവാദത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് മുഖമൂടിയില്ല. തീവ്ര ലക്ഷ്യത്തിനു വേണ്ടി അവർ നിയമവും ആയുധവും കയ്യിലെടുക്കും. SDPIയോ അവർക്ക് മുഖമൂടിയുണ്ട്. അവരുടേത് രാഷ്ട്രീയ മാർഗം. അതിനാൽ മുഖത്ത് വെറി കാട്ടാത്ത തന്ത്രം, പ്രത്യേകിച്ച് ജനസംഖ്യയിൽ ന്യൂനപക്ഷമായിരിക്കുന്ന അവസ്ഥയിൽ. തീവ്ര മതവാദത്തിൻ്റെയും മതാധിപത്യത്തിൻ്റെയും മുഖം നവമാധ്യമങ്ങളിലൂടെ നിരന്തരം കാട്ടുന്നത് ചില മതപണ്ഡിതരാണ്. അവരത് ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ മുഖമായ പാർട്ടിയുടെ നേതൃത്വം മൃദുഭാഷണമാണെന്ന ആട്ടിൻതോൽ അണിയുന്നു. ഈ നേതാക്കളെ വെള്ളപൂശാൻ മാത്രം തുറക്കുന്ന ചില നവമാധ്യമങ്ങളുമുണ്ട്. അവയിലെ അവതരണങ്ങളിലും അഭിമുഖങ്ങളിലും ഈ നേതാക്കൾക്ക് സാത്വികതയുടെ ഭാവം. മതവെറിയും മതവാദവും എന്ന് കേട്ടാൽ മോഹാലിസപ്പെടുമെന്ന മട്ട്. സാത്വികത നടിക്കുന്നവരുടെ അനുയായികളാണ് അതിനിഷ്ഠൂരമായ പാതകങ്ങൾക്ക് മുതിർന്നിരിക്കുന്നത്. വീടു കയറി മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മുന്നിൽ കൊല നടത്തുക. ആധുനിക സമൂഹത്തിൽ നിയമവാഴ്ചയുടെ ഏറ്റവും ഭയാനകമായ തകർച്ചയാണിത്. ക്രൂരതയുടെ ഏറ്റവും ഭീകരമായ മുഖവും. ഇതു ചെയ്യാൻ പരോക്ഷ പ്രേരണ നടത്തിയവർ ഉപയോഗിച്ച വാക്കുകൾ
സമൂഹത്തെ ഏറെ ഭയപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് എന്ന അറബി ഭാഷയിലെ പ്രയോഗവും മനുഷ്യരോട് കണക്കു തീർക്കാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന പ്രഖ്യാപനവും. ഇൻഷാ അല്ലാഹ് എന്നതിന് ദൈവേഷ്ടമായാൽ എന്നാണ് അർത്ഥം. ഏതു ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളും അറബി ഭാഷ സംസാരിക്കുന്ന ക്രൈസ്തവരും യഹൂദരും ഉപയോഗിക്കുന്ന പ്രയോഗമെന്ന് വിക്കിപീഡിയ പറയുന്നു. കൊല്ലപ്പെട്ട SDPI നേതാവ് ഇടയ്ക്കിടെ ഇൻഷാ അല്ലാഹ് എന്ന് ആവർത്തിച്ചുകൊണ്ട് നടത്തിയ ഭീഷണി പ്രസംഗം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിരവധി പേർ കേട്ടു മനസ്സിലാക്കിയത്. എന്താണ് ഭീഷണി? ദൈവേഷ്ടമായാൽ തങ്ങളുടെ സഹോദരങ്ങളിൽ ആരെയെങ്കിലും ആക്രമിക്കുന്നവരുടെ പച്ചമാംസത്തിലൂടെ ആയുധം കയറ്റുമെന്ന്. അതെ, തങ്ങളെ ആക്രമിക്കുന്നവരുടെ ശരീരത്തിലൂടെ കത്തി കയറ്റുന്ന പൈശാചികത ദൈവേഷ്ടമാണെന്ന്, അതു ചെയ്യാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന്. RSS നേതാവ് രഞ്ജിത്തിൻ്റെ കൊലപാതകത്തെ അങ്ങേയറ്റം ഭയാനകമാക്കുന്ന കാര്യവും ഒരുപക്ഷെ ഇതുതന്നെ. ഇങ്ങനെയൊരു ഭീകരപാതകം മുൻകൂർ പ്രഖ്യാപിക്കുന്ന പൈശാചികത, അത് ദൈവകൽപ്പനയാണെന്ന് ആക്രോശിക്കുന്ന മതമൂഢത്വവും കൊലവെറിയും. ഇതിനേക്കാൾ ഭയങ്കരമായ എന്താണ് ഇത്തരം കൊലപാതകങ്ങളിൽ കാണാനുള്ളത്? രാഷ്ട്രീയ ചിന്ത മാത്രമുള്ള ഏതെങ്കിലും കക്ഷിയുടെ നേതാക്കൾക്ക് അവരുടെ അണികളെ അതിക്രമം ദൈവഹിതമെന്ന് വിശ്വസിപ്പിക്കാനാവില്ല. അത് ചെയ്യാൻ മതവിശ്വാസത്തിൻ്റെ മേൽക്കോയ്മയുള്ള നേതൃത്വത്തിനെ കഴിയൂ. അങ്ങനെയെങ്കിൽ അക്രമം ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന ദൈവം ഏതാണ്? തീവ്ര ഇസ്ലാമികവാദികളുടെ ദൈവസങ്കല്പം ഇങ്ങനെ എന്നതിൻ്റെ തെളിവാണോ SDPIക്കാരൻ്റെ വാക്കുകൾ? അല്ലെങ്കിൽ SDPI നേതൃത്വമോ മതപണ്ഡിതന്മാരോ അതിനെ തിരുത്തേണ്ടതല്ലേ? മൗനസമ്മതമെങ്കിലും ഇല്ലെങ്കിൽ തള്ളിപ്പറയേണ്ടതല്ലേ? ദൈവം അക്രമപക്ഷത്തെന്ന ഈ ദുസൂചനയെ, ദൈവനാമത്തിൻ്റെ ഈ വൃഥാപ്രയോഗത്തെ, അപകടകരമായ ഈ ദുരുപയോഗത്തെ അവർ തള്ളിപ്പറയേണ്ടതല്ലേ? അതുണ്ടാകുന്നേയില്ല എന്നത് ഭീതിജനകമാണ്. മതവാദികൾ ഒളിച്ചു പിടിച്ചാലും തീവ്രവാദികളെ നയിക്കുന്നത് ഈ വിനാശ സങ്കല്പമാണെന്ന കാര്യം മറഞ്ഞിരിക്കുന്നില്ല. ഇരയെ പരമാവധി വേദനിപ്പിച്ചു കൊല്ലാനും ജീവച്ഛവമാക്കാനും പ്രത്യേക പരിശീലനം കിട്ടിയവരുടെ, അതു ചെയ്താൽ സൃഷ്ടാവിൻ്റെ പ്രീതിയും സ്വർഗവും ലഭിക്കുമെന്ന് കരുതുന്നവരുടെ പൈശാചികതയാണോ മുമ്പ് തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയത്? എങ്കിൽ അവരുടെ അതേ അസഹിഷ്ണുതയും ക്രൂരതയുമാണ് ഫേസ്ബുക്കിലെ കമൻറ്റിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ കുടുംബത്തോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വേളയിൽ ആസൂത്രിതമായി ആക്രമിച്ചവരും ആ വ്യക്തിക്കെതിരെ കള്ളക്കേസ് എടുപ്പിച്ചവരും കേരളത്തോട് പ്രഖ്യാപിച്ചത്. ഇതൊരു എതിർ സംഘടനയോടോ അതിൻ്റെ ഏതെങ്കിലും നേതാവിനോടോ മാത്രമുള്ള വെല്ലുവിളിയല്ല. തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത സർവരോടുമുള്ള ചിലരുടെ നിന്ദാഭാവം. അവരില്ലായ്മ ചെയ്താൽ ഇന്ദ്രിയാനുഭൂതികൾ സാധ്യമായ സ്വർഗം ലഭിക്കുമെന്ന, ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ആ സ്വർഗം നഷ്ടപ്പെടുമെന്ന മൂഢസങ്കല്പത്തിൻ്റെ ഫലം. ഒന്നുകിൽ അവർ ഈ മൂഢസങ്കല്പത്തിൽ നിന്ന് പുറത്തു വരണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവർ നടത്തുന്ന ഭീഷണ നീക്കങ്ങളെ സർക്കാർ തടയണം. പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തം നിറവേറ്റണം. ഇല്ലെങ്കിൽ നാട്ടിലൊരു സർക്കാരുണ്ടെന്ന് കരുതുന്നതിൽ പോലും അർത്ഥമില്ലാതാകും. ഇസ്ലാമികവാദികൾക്ക് വേണ്ടി അസത്യം പ്രചരിപ്പിക്കാൻ നിരവധി യൂട്യൂബ് ചാനലുകളുണ്ട്. കർണാടകയിലെ മതമാറ്റ നിരോധന നിയമത്തെ സഭാ നേതൃത്വം എതിർത്തതിനെ പുതിയൊരു കണ്ടുപിടുത്തമാക്കി തങ്ങളുടെ കള്ളം പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ ചിലരുടെ ശ്രമം. ജിഹാദി പ്രവണതകളെ എതിർക്കുന്നതിനെ ക്രൈസ്തവ സഭയ്ക്ക് കിട്ടിയ തിരിച്ചടിയാണത്രേ ഹിന്ദുത്വവാദികളുടെ നീക്കം. ആ എതിർപ്പ് ക്രൈസ്തവരുടെ കടുത്ത അപരാധമായിരുന്നു. അത് തിരിച്ചറിഞ്ഞ് സഭാ നേതൃത്വം ഖേദം പ്രകടിപ്പിക്കുമെന്ന് എന്നിങ്ങനെ പോകുന്നു പ്രചരണം. ഇത് കേട്ടാൽ എന്താണ് തോന്നേണ്ടത്? ക്രൈസ്തവർ ആദ്യമായിട്ടാണ് സംഘപരിവാറിൻ്റെ ആക്രമണം നേരിടുന്നതെന്നോ, അതോ ക്രൈസ്തവ പെൺകുട്ടികളെയും യുവാക്കളെയും കെണിയിലാക്കി നശിപ്പിക്കുന്ന
വഴിതെറ്റിയ ഇസ്ലാമിക തീവ്രവാദ പ്രവണതയെ കുറ്റപ്പെടുത്തിയതിൽ സഭാ നേതൃത്വം ദുഃഖിക്കുന്നെന്നോ? എങ്കിൽ തെറ്റി. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും രോഷവും അവരുടെ ബോധ്യങ്ങളും ഇല്ലാതാക്കാൻ ഒരു വ്യാജ പ്രചാരണത്തിനും കഴിയില്ല. ആ യാഥാർത്ഥ്യങ്ങളൊന്നും ഡസ്റ്റർ കൊണ്ടെന്ന പോലെ തുടച്ചു നീക്കി ഖേദപ്രകടനം നടത്തുകയല്ല സഭാ നേതൃത്വം ചെയ്യുന്നത്. രണ്ടു വെല്ലുവിളികൾക്ക് നടുവിൽ ചെകുത്താനും കടലിനുമിടയിലാണ് ക്രൈസ്തവരെന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിന് അർത്ഥമുള്ളൂ. ചെകുത്താനോ കടലോ ഇല്ലെന്ന് ക്രൈസ്തവർ പറയില്ല, നേതൃത്വം പറയില്ല. ചെകുത്താനെ തുരുത്താനും കടലിനെ മറികടക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും വിശ്വാസത്തിൻ്റെ ഫലത്തിൽ തന്നെ ക്രൈസ്തവർ നടത്തും. കരുതൽ പാലിക്കും, അതിൽ പശ്ചാത്താപിക്കില്ല. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി നിർഭയം ശബ്ദമുയർത്തുകയും ചെയ്യും. ക്രൈസ്തവ സഭ മുമ്പ് നേരിട്ട പല പീഡനങ്ങളുടെയും കാലത്ത് ഇപ്പോഴത്തെ വിരുദ്ധ പ്രചാരകരിൽ പലരും മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടാവില്ല. വൈദികരും കന്യാസ്ത്രീകളും തദ്ദേശീയരായ പാവപ്പെട്ട വിശ്വാസികളും ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ കടന്നാണ് കേരളത്തിന് പുറത്തെ ക്രൈസ്തവ സമൂഹം ഇന്നും ജീവിക്കുന്നത്. 1998 ഗുജറാത്തിലും 1999 ഒഡീഷയിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടു. ഒഡീഷയിൽ 157 ക്രൈസ്തവ ഭവനങ്ങൾ ചുട്ടരിച്ചു. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 പുത്രന്മാരെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ചുട്ടരിച്ചതും ഒഡീഷയിൽ. ഒഡീഷയിലെ തന്നെ കാന്ധമാൽ, മധ്യപ്രദേശിലെ ജാംബുവ, തെക്കൻ കർണാടക, ഇങ്ങനെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന ഇടങ്ങൾ വേറെയും ഇപ്പോഴും നിലച്ചിട്ടില്ല, നിലയ്ക്കുകയുമില്ല. എന്നെ പ്രതി ലോകം നിങ്ങൾ ദ്വേഷിക്കുമെന്ന യേശു വചനത്തെക്കുറിച്ച് ക്രൈസ്തവർക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. എങ്കിലും നിയമവാഴ്ചയുള്ള സമൂഹത്തിൽ, ജനാധിപത്യത്തിൽ ക്രൈസ്തവർ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കും. മുൻ സംഭവങ്ങളിലെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രഘോഷിക്കുവാനും വ്യക്തിക്ക് അവകാശമുള്ളപ്പോൾ, നിർബന്ധിത മതം മാറ്റം ഇപ്പോഴും കുറ്റകരമാണെന്നുള്ളപ്പോൾ കർണാടക സർക്കാർ പുതിയ നിയമം നിർമ്മിക്കുന്നത് നിർബന്ധിത മതമാറ്റം തടയാനല്ല, മതപ്രഘോഷണാവകാശം തന്നെ നിഷേധിച്ച് ഹിന്ദുത്വവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. ആ നിയമത്തെ ക്രൈസ്തവർ നിശ്ചയമായും എതിർക്കുന്നു. അത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമമാണ്. വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിനുമേൽ കടന്നു കയറാനുള്ള ചവിട്ടുപടി. ക്രൈസ്തവ സഭാ നേതൃത്വം അതിനെ ശക്തമായി എതിർക്കുന്നു. മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ നിയമം നടപ്പാക്കുന്നെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. പക്ഷേ ഇത് പറയാൻ ക്രൈസ്തവർക്ക് ജിഹാദി പ്രവണതകളെ അംഗീകരിക്കേണ്ട കാര്യമില്ല. നിയമം ഹിന്ദുത്വവാദികൾ നേരിട്ട് നടത്തുന്ന ഈ അതിക്രമങ്ങളെക്കാൾ ഭയാനകമാണ് ജിഹാദികൾ എന്ന് പറയാൻ ക്രൈസ്തവർക്ക് കനപ്പെട്ട കാരണങ്ങളുണ്ട്. തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഇളമുറക്കാർ പ്രണയനാട്യത്തിൻ്റെയും ഭീകരതയുടെയും മയക്കുമരുന്ന് ലഹരിയുടെയും കെണിയിൽ കുടുങ്ങി ജീവിതവും ആത്മാവും അപകടത്തിലാക്കുന്ന അവസ്ഥ മാതാപിതാക്കൾക്ക് താങ്ങാനാവില്ല. അത് മിഷനറി ലോകത്തേക്ക് പോകുന്നവർക്ക് സംഭവിക്കുന്ന ദുരന്തമല്ല, സ്വച്ഛ സമൂഹത്തിലേക്ക് നുഴഞ്ഞുകടന്നും കയറുന്നവർ ബോധപൂർവം വിതയ്ക്കുന്ന ദുഷ്ടതയുടെയും വിനാശത്തിൻ്റെയും ഭീഷണിയാണ്. ജിഹാദി ദുഷ്ടതകൾ കുടുംബങ്ങളെ തകർക്കുന്നു, പെൺകുട്ടികളെയും യുവാക്കളെയും അനുധാവനം ചെയ്ത് വേട്ടയാടുന്നു. അതിനെ മതലക്ഷ്യക്കാരുടെ പിന്തുണയുണ്ട്. ആരുടെയോ പദ്ധതിയും അജണ്ടയും പോലെയാണ് നടപ്പാക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ജിഹാദി പ്രവണതകൾക്കെതിരെ സഭാ നേതൃത്വം തന്നെ ജാഗ്രതപ്പെടുത്തൽ നടത്തിയത്. അതേ ചൊല്ലി ബഹളമുണ്ടാക്കിയവർ കുറച്ചൊന്നുമല്ല. പ്രതികരണം കുറഞ്ഞതൊന്നും ആയിരുന്നില്ല. മതമാറ്റ വിരുദ്ധ നിയമത്തോടുള്ള എതിർപ്പിൻ്റെ പേരിൽ ജിഹാദി പ്രവണതകൾക്ക് നേരെ സഭയോ സഭാ നേതൃത്വമോ കണ്ണടയ്ക്കുന്നെന്ന് ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. നിമിഷങ്ങൾ കൊണ്ട് ഏറ്റവും കഠിനമായി പ്രതികരിക്കാനും എത്ര നിഷ്ഠൂരമായ കൊല നടത്താനും ഏത് അർദ്ധരാത്രിക്കും
പ്രകടനത്തിന് മിനിറ്റുകൾക്കകം ആളെ കൂട്ടാനും മാത്രം സംഘടനാശേഷി ഉറപ്പാക്കിയ മതരാഷ്ട്രീയ കക്ഷിയെ സംശയരഹിതമായി വീക്ഷിക്കാൻ ഇനിമേൽ നിവൃത്തിയില്ല. നിശ്ചയമായും അവർ ചിലതിനുള്ള പുറപ്പാടിലാണ്. അതെന്തെന്ന് മനസ്സിലാക്കാത്തവരുമില്ല. ഫ്രാൻസിൽ മരിയൻ പ്രദക്ഷിണം നടത്തിയവരെ ആക്രമിച്ച ഇസ്ലാമിക തീവ്രവാദികളും ഇവിടുത്തെ ആക്രമണകാരികളും തമ്മിൽ നാടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ലക്ഷ്യമൊന്നു തന്നെ. കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളുടെ പിന്തുണ നിശ്ചയമായും ഇവർക്കുണ്ട്. ദൈവേഷ്ടത്തിനു വേണ്ടിയെന്ന് പ്രഖ്യാപിച്ച് കൊല ചെയ്യുന്നവരെ നയിക്കുന്നവരുടെ പ്രീണനം ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ കക്ഷികൾ തല മറന്ന് എണ്ണ തേക്കാതിരിക്കട്ടെ. മുറിവേറ്റവൻ്റെ സഭ ആരെയും മുറിവേൽപ്പിക്കാതിരിക്കട്ടെ. ഇത് ആർക്കുമെതിരെയുള്ള വാക്കുകളല്ല, എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള വാക്കുകളാണ്. ഇത് പറയേണ്ടി വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. അറിഞ്ഞോ അറിയാതെയോ തിരുസഭയിൽ നിന്ന് മുറിവേറ്റൊരു ഹൃദയത്തെ കഴിഞ്ഞ ദിവസം നാടറിഞ്ഞു. അതൊരു രഹസ്യമല്ല, രഹസ്യമായി വെക്കാനുമാവില്ല. ഒരു പൊതുപ്രവർത്തകൻ്റെ, രാഷ്ട്രീയ നേതാവിൻ്റെ അനുഭവം. എന്തുകൊണ്ടത് സംഭവിച്ചു? തിരുസഭ ഈശോ മിശിഹായുടെ രഹസ്യാത്മക ശരീരം. ആ വിശുദ്ധ ഗാത്രത്തിന് ആരെയാണ് മുറിപ്പെടുത്താൻ കഴിയുക? മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഔഷധവും വൈദ്യനുമാണിത്. പിന്നെ എങ്ങനെയാണ് നാടറിഞ്ഞ ആ ഹൃദയക്ഷതം സംഭവിച്ചത്? ഒരു വിമർശനം കൊണ്ടത് സംഭവിക്കില്ല, ഒരു ശകാരം കൊണ്ടത് സംഭവിക്കില്ല, ഒരു അടി കൊണ്ടോ തിരിച്ചടി കൊണ്ടോ അത് സംഭവിക്കില്ല. പകരം തൻ്റെ അസ്തിത്വത്തെ, വ്യക്തിത്വത്തെ ആഴത്തിൽ അപമാനിക്കുന്ന വാക്കും അവഗണനയും ഉണ്ടായാൽ ഹൃദയത്തിന് ആഴത്തിൽ മുറിവേൽക്കും. നമ്മൾ അവിടെ ഉദ്ദേശിച്ച ഹൃദയത്തിൻ്റെ മുറിവിനേറ്റ കാരണം നമുക്കറിയാം. അതിനാധാരമായ സംഭവങ്ങളും കേട്ടറിഞ്ഞതാണ്. ഉത്തരവാദികളെ തിരയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നന്മ വരാനില്ല. മുറിവ് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയുക, ഒഴിവാക്കുക എന്നത് മാത്രമാണ് ചെയ്യാനാവുക. മുറിവേൽപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഗൗരവം ആലോചിച്ചുറപ്പിച്ച് ചെയ്തതാകണമെന്നില്ല. കേട്ടതെല്ലാം ശരിയാകണമെന്നുമില്ല. എങ്കിലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് സംഭവിച്ചാൽ സാധാരണ ഹൃദയങ്ങൾ ക്ഷതപ്പെടും. ആരും ക്ഷതപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യേശുനാഥൻ ശരീരമാകെ മുറിവേറ്റത്. ആ മുറിവിൻ്റെ കൃപാസ്രോതസ്, ആ സൗഖ്യത്തിൻ്റെ ഭണ്ഡാകാരം തിരുസഭയിലുണ്ട്. വൈദികരും എല്ലാവിധ ശുശ്രൂഷകരും അൽമായരായ ദൈവജനവും ആ സൗഖ്യം പകർന്നു വാങ്ങുന്നവരാണ്. ഓരോ തവണയും കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നിട്ടും നമ്മൾ മുറിപ്പെടുന്നു. സൗഖ്യം നേടാത്ത ഹൃദയ മുറിവുകളുള്ളവരാണ് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക എന്നതാണ് ആത്മാവിനെ സംബന്ധിച്ച് പറയാനുള്ള നിയമം. തിരുസഭാഗാത്രത്തിൽ അനേകം ഹൃദയങ്ങൾ മുറിവേറ്റ് കഴിയുന്നുണ്ട്. അതിൽ സന്യസ്തരും വൈദിക സമൂഹത്തിലുള്ളവരും ഉണ്ടെന്നതാണ് സത്യം. കഠിനമായ മുറിവുകളേറ്റ ഉന്നത പിതാക്കളും വൈദികരുമുണ്ട്. തങ്ങളുടെ മുറിവുകളെ ഈശോയുടെ മുറിവുകളാക്കി സൗഖ്യം മാത്രം പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നവരാണ് അവരിൽ നിരവധി പേർ. വിശുദ്ധരും അങ്ങനെ ചെയ്തവരാണല്ലോ. ആ സൗഖ്യം സഭയിൽ നിന്ന് പ്രവഹിക്കുന്നുമുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് തിരുസഭയിൽ ഇത്രയധികം പേർ ഹൃദയം ക്ഷതപ്പെട്ട് കഴിയുന്നത്? പേര് വെളിപ്പെടുത്താതെ ഒരു കേട്ടറിവ് പങ്കുവെക്കട്ടെ. കത്തോലിക്ക വിശ്വാസം വിട്ട് കമ്മ്യൂണിസത്തിലേക്കും സഭാവിരുദ്ധ സാഹിത്യ രചനകളിലേക്കും തിരിഞ്ഞുപോയ വ്യക്തിയെ വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ച ധ്യാനഗുരു കൂടിയായ ഒരു വൈദികൻ പറഞ്ഞത്. ചെറുപ്പകാലത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉണ്ടായ ആരോപണം വിശദീകരിക്കാൻ ആ വ്യക്തി സഭയുടെ സ്ഥാപനത്തിലേക്ക് പോയ അവസരം ഒരു പകൽ മുഴുവൻ കാത്തിരുന്നിട്ടും കാണാനോ കേൾക്കാനോ ആരും തയ്യാറായില്ല. ഒടുവിൽ വൈകുന്നേരമായപ്പോൾ ഒരാൾ വന്ന് ഇന്ന് കാണാൻ സാധിക്കില്ല,
മറ്റൊരു ദിവസം വരൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്രേ. തെറ്റ് ആരുടേതെന്ന് വിധിക്കാൻ കഴിയില്ല. മനഃപൂർവ്വം സംഭവിച്ചതോ എന്നറിയില്ല. എങ്കിലും ആ അവഗണന തീർത്തും സാധാരണക്കാരനായ അയാളുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ക്ഷതമാണ്, ആ ഒറ്റ ദിവസത്തെ അനുഭവമാണ് അയാളെ തിരുസഭയിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയത്. പഴയ ഹൃദയമുറിവിനെ താൻ പരാമർശിച്ചപ്പോൾ ഇടതു രാഷ്ട്രീയ ലോകത്ത് അംഗീകാരം നേടിയ ആ സാഹിത്യകാരൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടു എന്നാണ് സ്നേഹധനനായ ആ വൈദികൻ പറഞ്ഞത്. ആ സാഹിത്യകാരൻ മരിച്ചു. അദ്ദേഹത്തെ കണ്ട വൈദികൻ ഇപ്പോൾ പ്രായമേറെയുണ്ട്. ഇത് ഒരാളുടെ മാത്രം അനുഭവം. ഇത്രത്തോളം ക്ഷതപ്പെട്ടിട്ടില്ലെങ്കിലും മുറിവേറ്റ വേറെയും എത്രയോ ഹൃദയങ്ങളുണ്ട് തിരുസഭാ ഭവനത്തിൽ. വൈദികരെ സ്നേഹിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ. ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, സാധാരണ വിശ്വാസികൾ അവർ എത്ര മുതിർന്നവരായാലും ഏത് നിലയിലുള്ളവരായാലും വൈദികരുടെ സാന്നിധ്യത്തിൽ നിന്ന് സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നു. അതിനു വിരുദ്ധമായ ചെറിയ വാക്കുകൾ പോലും പലരെയും വേദനിപ്പിക്കും. പറഞ്ഞവരറിയാതെ തങ്ങളിങ്ങനെ മുറിപ്പെട്ടതിനെക്കുറിച്ച് ശരിയായ അവബോധം വ്യക്തികൾക്കുണ്ടായാൽ തന്നെ സൗഖ്യങ്ങൾക്ക് വഴി തെളിഞ്ഞെന്ന് വരാം. പല ക്ഷതങ്ങളും തെറ്റുകാരില്ലാത്ത തെറ്റുകൾ മാത്രമാണെന്നതും സത്യം. ഈ ദിവസങ്ങളിലെ സംഭവം ക്ഷതപ്പെടുന്ന ഹൃദയങ്ങളെക്കുറിച്ച് പുതിയൊരു ഔദാര്യത്തിനും പരിഗണനയ്ക്കും പ്രേരകമാകുമെന്ന് ആഗ്രഹിക്കാം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.